ഈ ഓണത്തിന് നമുക്ക് നല്ലൊരു റെസിപ്പി ഉണ്ടാക്കാം എളുപ്പത്തിൽ. ഞാനിന്നൊരു നാരങ്ങ കറി ഉണ്ടാക്കി കാണിച്ചു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. വടികപ്പുളി നാരങ്ങ കിട്ടാത്തവർക്ക് ഞാൻ ചെറുനാരങ്ങ വെച്ചിട്ട് കറി ഉണ്ടാക്കുന്നത് ഇങ്ങനെ കാണിച്ചു തരാം. ഞാൻ 3 എടുത്തിട്ടുണ്ട്. ആദ്യം കഴുകി വൃത്തിയാക്കി എടുക്കുക. നല്ലൊരു ടവലെടുത്തിട്ട് നാരങ്ങയുടെ പുറത്തുള്ള നനവെല്ലാം തുടച്ച് മാറ്റുക. തുടച്ച് മാറ്റിയ ശേഷം ഞാൻ ഇതുമാതിരി ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ല മാതിരി ഇളക്കുന്നുണ്ട്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് 2 ദിവസം റൂം ടെമ്പറേച്ചറിൽ സൂക്ഷിച്ച് വെച്ചേക്കാം കേട്ടോ. 2 ദിവസം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ നാരങ്ങയുടെ നീരെല്ലാം ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കാണിച്ച് തരാം. ഒരു ചീനിച്ചട്ടി ചൂടാക്കാൻ വെച്ചിട്ട് 1 ടീസ്പൂൺ കുക്കിംഗ് ഓയിൽ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 2 വറ്റൽമുളക് ചേർക്കാം. 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും കറിവേപ്പില ചേർക്കാം. ഇതെല്ലാം മൂത്ത് വരുമ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് അല്പം തണുത്തതിന് ശേഷം 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. നല്ല ചൂടിൽ മുളക് പൊടി ചേർക്കുമ്പോൾ കരിഞ്ഞു പോകും, അതുകൊണ്ടാണ് അല്പം തണുക്കണമെന്ന് പറഞ്ഞത്. ഇനി ഞാൻ മുറിച്ച് വെച്ചിരിക്കുന്ന നാരങ്ങയുടെ കഷ്ണം കൂടി ചേർക്കുകയാണ്. നല്ലതുമാതിരി ഒന്ന് മിക്സ് ചെയ്തോളൂ. അടുത്തതായി ഞാൻ നല്ലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുകയാണ്. 1 ടീസ്പൂൺ പഞ്ചസാരയാണത്. അത് പഞ്ചസാരയും കൂടി ചേർത്ത് നാരങ്ങക്കറി ഉണ്ടാക്കില്ല എന്നൊരു ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അത് നല്ല രുചി കിട്ടാനുള്ള ഒരു ടിപ്പാണിത്. ഇനി നമുക്ക് 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. ഇനി ഗ്യാസ് ഒന്ന് ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കുക. 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്തിട്ടുണ്ട്. നല്ല മരയിൽ മിക്സ് ചെയ്തോളൂ. ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിക്കോളൂ. ഉപ്പ് കുറവുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കാം. ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കുന്നുണ്ട്. ഈ പരുവത്തിൽ തന്നെ കഴിക്കണം എന്നുള്ളവർക്ക് ഇങ്ങനെ തന്നെ കഴിക്കാം. അല്പം കറിയായിട്ട് വേണമെന്നുള്ളവർക്ക് തിളപ്പിച്ച് ആറിച്ച വെള്ളം 1 ടേബിൾ സ്പൂൺ ചേർത്ത് നല്ല മാതിരി ഒന്ന് ചൂടാക്കിക്കോളൂ, തിളപ്പിച്ചോളൂ. നല്ലതുമാതിരി ഒന്ന് തിളപ്പിച്ചെടുത്തേക്കാം കേട്ടോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി റെസിപ്പി അല്ലേ അത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ സദ്യക്കുള്ള നാരങ്ങ കറി റെഡി ആയിട്ടുണ്ട്. ഇനി മറ്റൊരു നല്ല റെസിപ്പിയായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നുണ്ട്. അപ്പോഴത്തേക്കും ബൈ ബൈ.